നമ്മുടെ ലാപ്ടോപ്പിൽ കെൻ 3.8 പോലുള്ള വലിയ മോഡൽ ലോക്കലായി റൺ ചെയ്യാൻ ആവശ്യമായ ജി പി യു അല്ലെങ്കിൽ റാം ഉണ്ടാവണമെന്നില്ല. എൻ്റെ ലാപ്ടോപ്പ് തന്നെ 8 GB ഉള്ളൂ, i5 ആണ്. സോ ഐ നീഡ് ടു ട്രൈ കെൻ 3.8. സോ ഒരു പവർഫുൾ ലാപ്ടോപ്പ് ഇല്ലാതെ കെൻ 3.8 നമുക്ക് എങ്ങനെ ഡീപ് സീക്ക് ഹാർനസിൽ റൺ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ നോക്കുന്നത്. സോ പ്രൊജക്ട് ഫയർ, ടെർമിനൽ ടൂൾസ്, ഏജന്റ് വർക്ക് ഫ്ലോ എന്നിവ ഹാർനസ് ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഡീപ് സീക്ക് ഹാർനസ് നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ഹെവി കമ്പ്യൂട്ടേഷൻ നമ്മുടെ ലാപ്ടോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലൗഡ് ഫെയർ വർക്കേഴ്സ് എയിലെ റിമോട്ട് ജി പി യുവിൽ ഒരു റൺ ചെയ്യുന്ന 3.827p ആണ് ഞാൻ ചെയ്യണം. സിമ്പിളായി പറഞ്ഞാൽ വർക്ക് ഫ്ലോ ഇതാണ്: ഡീപ് സീക്ക് ഹാർനസ് ക്ലൗഡ് ഫെയർ API ആയിട്ട് കണക്ട് ചെയ്യും. പിന്നെ 3.827p ക്ലൗഡിൽ ഇൻഫ്ലുവൻസ് നടത്തും. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ക്ലൗഡ് ഫെയർ വർക്കേഴ്സ് AI സെറ്റപ്പ്, പിന്നെ അതിനെ പൈത്തൺ ഉപയോഗിച്ചിട്ട് ഒന്ന് API ടെസ്റ്റ് ചെയ്യും. അത് തന്നെ 3.8 നമുക്ക് ഡീപ് സീക്ക് ഹാർനസിൽ കസ്റ്റം മോഡലായിട്ട് കണക്ട് ചെയ്യാം. ഫൈനലി നമുക്ക് ഇതൊന്ന് എല്ലാം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം, വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാം. ദാറ്റ്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റപ്പ് തുടങ്ങാം. ഫസ്റ്റ് ക്ലൗഡ് ഫെയറിൽ പോവാം. അതിൽ നമുക്ക് വർക്കേഴ്സ് AI കയറിയിട്ട് അപ്പോൾ ഇങ്ങനെ 2 കാർഡ് കാണാം. റെസ്റ്റ് API കൊടുത്താൽ മതി. റെസ്റ്റ് API പോവാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് വർക്കേഴ്സ് API ടോക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. API ടോക്കൺ ക്രിയേറ്റ് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി. വർക്കേഴ്സ് AI റീഡ് ആൻഡ് വർക്കേഴ്സ് AI എഡിറ്റ് കൊടുക്കുക. ആ ടോക്കൺ കോപ്പി ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ അവരുടെ ഡോക്യുമെന്റേഷനിൽ തന്നെ നോക്കാം ഇത് അവരെങ്ങനെയാണ് കോൾ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ പൈത്തൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഞാൻ നോക്കുന്നത്. എക്സാമ്പിൾ കോപ്പി പേസ്റ്റ് ചെയ്യുക നമ്മുടെ സിസ്റ്റത്തിൽ. അഥവാ ഡയറക്റ്റ് ആയിട്ട് കേളാണെങ്കിൽ കേൾ ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിന്റെ ഓപ്ഷൻ എല്ലാം അവരത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻഡ് പോയിന്റ്സ് ഒക്കെ അതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കെൻ വെച്ചിട്ട് ഡയറക്റ്റ് കെൻ മോഡൽ തന്നെ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ലോക്കലിൽ കോപ്പി ചെയ്തിട്ടുണ്ട് പൈത്തൺ കോഡ്. ഇത് ഡോക്യുമെന്റേഷൻ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഞാൻ. ഒന്ന് റൺ ചെയ്ത് നോക്കാം റിസൾട്ട് വരുന്നുണ്ടോന്ന്. റിസൾട്ട് വരികയാണെങ്കിൽ നമ്മുടെ API ആയിട്ടുള്ള കണക്ഷൻ കറക്റ്റ് ആവും. വർക്ക് ആവുന്നുണ്ട്. കാരണം കെൻ അവര് കുറച്ച് ഫ്രീ കൊടുക്കുന്നുണ്ട്. ക്ലൗഡ് ഫെയർ അവരുടെ കൺസെപ്റ്റ് ന്യൂറോൺസ് ആണ്. നമുക്ക് എന്തായാലും ഇത് 1 മില്യൺ മേ ബി ഫ്രീ ഉണ്ടാവും ചിലപ്പോൾ. ഡീപ് സീക്കിന്റെ ഇൻസ്റ്റലേഷൻ കാണിച്ചു തരാം. അവരുടെ റെപ്പോയിൽ പോവാം. ഇവിടെ റൺ ഫ്രോം NPM അത് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഗിറ്റ് ഹബ് ക്ലോൺ ചെയ്തിട്ട് അതിന് അവർ അടിയിൽ അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്താലും മതി. ഓൾറെഡി മുമ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. കമാൻഡ് പ്രോംപ്റ്റിൽ പോവാം. NPS കൊടുത്താലും മതി. അത് തനിയെ ഇൻസ്റ്റാൾ ആവും, ഓപ്പൺ ആയി വരും. എനിക്ക് തോന്നുന്നു ലോക്കൽ ഹോസ്റ്റ് 3080 പോർട്ടിൽ ഓപ്പൺ ആവും. ഇതാണ് കമാൻഡ്. എനിക്കൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. അത് നോഡിന്റെ പാത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ.
ഡീപ്‌സീക്കില് പോയിട്ട് ഒരു API ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് നമ്മുടെ ഡീപ്‌സീക്കില് ഹാർമണിയിൽ ഹാർനസിൽ കൊടുക്കേണ്ടതാണ്. ഒരു API കീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പോവാം. ക്രിയേറ്റ് API കീ ഞാൻ ഓൾറെഡി മുമ്പത്തെ പ്രൊജക്റ്റിന് വേണ്ടി API ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിത് യൂസ് ചെയ്യാം. നിങ്ങൾ ഒരു പുതിയ API API കീ ക്രിയേറ്റ് ചെയ്യാം. ആ, ഇവിടെ സെറ്റിങ്സിൽ പോവാം. നമുക്ക് നോക്കാം മോഡൽസിൽ ഡീപ്‌സീക്കിൽ അവിടെ API കീ കൊടുത്താൽ മതി. ബേസ് URL ആഡ് ചെയ്യാം. നമുക്ക് ക്ലൗഡ് ഫയർ ആഡ് ചെയ്യാൻ നോക്കാം. കസ്റ്റം പ്രൊവൈഡർ കൊടുത്താൽ മതി. ആഡ് പ്രൊവൈഡേഴ്സിൽ ക്വൻ വരുന്നില്ല. അപ്പോൾ കസ്റ്റം പ്രൊവൈഡറിൽ ആ ബേസ് URL ഉണ്ടല്ലോ, അത് പേസ്റ്റ് ചെയ്യും ഇവിടെ. ID കൊടുക്കുക, ഡിസ്പ്ലേ നെയിം കൊടുക്കുക. നമുക്ക് നേരത്തെ കിട്ടിയ ക്ലൗഡ് ഫയറിൻ്റെ API കീയും കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് പ്രൊവൈഡർ കൊടുത്താൽ മതി. മോഡൽ കൊടുക്കണം. ആഡ് മോഡൽ കൊടുക്കുക. കറക്റ്റ് മോഡൽ നെയിം തന്നെ കൊടുക്കണം. പിന്നെ ഡിസ്പ്ലേ നെയിമും കൊടുക്കണം. ഞാനത് കാണിച്ചു തരാം. അതുപോലെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. കറക്റ്റ് മോഡൽ നെയിം കൊടുക്കുക. ക്യാൻ്റെ ആണോ, അത് ഗ്രീൻ ആയി, അത് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റാൻഡേർഡ് മോഡിൽ നമുക്ക് നോക്കാം. നമുക്ക് മോഡൽ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരുവിധം എല്ലാ മോഡലും അതിൽ വന്നിട്ടുണ്ട്. ക്ലൗഡ് ഫെയർ നമ്മൾ കസ്റ്റം പ്രൊവൈഡർ അല്ലാതെ പ്രൊവൈഡറിൽ കൊടുത്തുകൊണ്ടാണ് അത് കുറേ. ക്യാൻ നമ്മൾ കസ്റ്റം പ്രൊവൈഡറിൽ കൊടുത്തു. ക്യാൻ സെലക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് എന്താണ് കൂടുതൽ ഇഷ്ടമായതെന്ന് വെച്ചാൽ ഹാർനസിൽ നമുക്ക് എല്ലാം ട്രാക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടസ്റ്റ് ടൂൾസ് അതെങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് എല്ലാം നമുക്ക് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പഠിക്കാൻ എളുപ്പമാണ് അത്. ഓക്കെ.
വർക്ക് ആവുന്നുണ്ട്, നമുക്ക് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വർക്ക് സ്പേസിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ഫയർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോ ഒരു പൈത്തൺ കോഡ് റൈറ്റ് ചെയ്യാൻ പറയാം ഒരു ഫാക്ടോറിയൽ. റൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോസിൽ ഞാൻ ഡയറക്റ്റ് പ്രാക്ടിക്കലിലാണ് പോവുക. തിയറിയും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് വളരെ കുറവാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഫയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ ടെസ്റ്റ് റൺ ചെയ്യുമായിരിക്കും, റിസൾട്ട് വരുമായിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയേക്കാം. ടെസ്റ്റ് റിസൾട്ടും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഇതിൽ വേറെ പൈസ ചിലവൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. എന്നിട്ട് പിന്നെ അഡ്വാൻസ് പോവുകയാണെങ്കിൽ മാത്രം API മറ്റേ ക്ലൗഡ് ഫെയറിൽ നിന്ന് ന്യൂറൻസ് മേടിച്ചത്. താങ്ക് യു.